ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. കള്ളായി ശ്രീകൃഷ്ണ ഭഗവാന്റെ തിരുസന്നിധി നിത്യപാരായണമായിട്ട് ചെയ്യുന്ന ശ്രീമദ് മഹാഭാഗവതം ഇന്ന് ദശമസ്കന്ധത്തിലെ 53-ാമത്തെ അധ്യായം. ശ്രീ രുക്മിണി ദേവി സന്ദേശമയക്കുന്നതാണ് കഴിഞ്ഞ അധ്യായത്തിൽ പാരായണം ചെയ്തത്. ഈ അധ്യായത്തിൽ രുക്മിണി ദേവിയെ ഭഗവാൻ ഹരിച്ചു കൊണ്ടുപോകുന്നതാണ്. അടുത്ത അധ്യായത്തിലാണ് ഭഗവാൻ സ്വയംവരം ചെയ്യുന്ന ഭാഗം, ഭഗവാൻ വിവാഹം ചെയ്യുന്ന ഭാഗം. ഈ അധ്യായത്തിൽ രുക്മിണി ദേവിയെ ഭഗവാൻ ക്ഷേത്രത്തിൽ പോയി വരുമ്പോൾ ഈ പിടിച്ച് രഥത്തിൽ കയറ്റി കൊണ്ടുപോകുന്നതും ഭഗവാന്റെ പിന്നാലെ പോയി മറ്റുള്ളവരൊക്കെ യുദ്ധം ചെയ്യുന്നതുമൊക്കെയാണ് പാരായണം ചെയ്യുന്നത്. എല്ലാവരുടെയും നന്മയ്ക്കും ആയുരാരോഗ്യ സൗഖ്യത്തിനുമായി പ്രാർത്ഥിച്ചുകൊണ്ട് ശ്രീമദ് മഹാഭാഗവത പ്രാർത്ഥന ശ്ലോകങ്ങൾ. ഓം തത്സത്. സംസാര സാഗരേ മഗ്നം ദീനം മാം കരുണാനിധേ കർമ്മഗ്രാഹഗൃഹീതാംഗം മാമുദ്ധര ഭവാർണവാത്. ശ്രീമദ്ഭാഗവതാഖ്യോയം പ്രത്യക്ഷ കൃഷ്ണ ഏവ ഹി ശ്രീകൃതോഷി മയാ നാഥ മുക്ത്യർത്ഥം ഭവസാഗരേ. മനോരഥോ മദീയോയം സഫല സർവദാ ത്വയാ നിർവിഘ്നേനൈവ കർത്തവ്യോ ദാസോഹം തവ കേശവ. ശുഗരൂപ പ്രബോധജ്ഞ സർവശാസ്ത്ര വിശാരദ ഏതത്കഥാ പ്രകാശേന മദജ്ഞാനം വിനാശയ. ദേവദേവ ജഗന്നാഥ പുണ്യശ്രവണ കീർത്തന യദുത്തമോത്തമ ശ്ലോക നാരായണ നമോസ്തുതേ. ഭവേ ഭവേദാ ഭക്തി പാദയോസ്തവ ജായതേ തദാ കുരുഷ്വ ദേവേശ നാദസ്കന്യോ യദ പ്രഭോ. നാമസങ്കീർത്തനം യസ്യ സർവപാപപ്രണാശനം പ്രണാമോ ദുഃഖശമന തം നമാമി ഹരിം വരം തം നമാമി ഹരിം വരം. ഓം തത്സത്. ശ്രീമദ് മഹാഭാഗവതം വന്ദന ശ്ലോകങ്ങൾ. ജന്മാദസ്യേതുന്വയാദിതരതശ്ചാദ്വേഷവിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യന്തിയൽ സൂരയാ. തേജോ വാരിമൃതാം യഥാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാ ദാംനാ സ്വേന സദാ നിരസ്തകുഹകം. സത്യം വരം ധീമഹി സത്യം വരം ധീമഹി. ധർമ്മപ്രോജിതകൈതവോത്ര പരമോ നിർമത്സരാണാം സദാം വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം. ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരൈരീശ്വര സദ്യോ ഹൃദ്യവരുത്തദേത്ര ഹൃദി ശുശ്രൂഷുഭി തക്ഷണാത്. നിഗമകൽപതരോർഗളിതം ഫലം ശുഖമുഖാദമൃതദ്രവ സംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവി ഭാവുകാ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യൽകൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. ഓം തത്സത്. ശ്രീമദ് മഹാഭാഗവതം ദശമസ്കന്ധത്തിലെ 53-ാമത്തെ അധ്യായം. രുക്മിണി ഹരണം, സ്വയംവരവും ഹരണവും ഒക്കെയാണ് ഈ അധ്യായത്തിൽ പരാമർശിക്കുന്നത്. അത് ദശമസ്കന്ധ 53-തമോധ്യായ. ശ്രീശുഗോ അവാച വൈദർഭ്യാസതു സന്ദേശം നിശമ്യേതു നന്ദന പ്രഗൃഹ്യ പാണ്യാ പാണിം പ്രഹസന്നിധമബ്രവീത്. ശ്രീ ഭഗവാനുവാച തദാഹമപി തച്ചിത്തോ നിദ്രാം ചനലേഭേ നിശീവേദാഹം രുക്മിണാ ദ്വേഷാൻ മമോദ്വാഹോ നിവാരിത. കാമാനയിഷ്യ ഉന്മധ്യ രാജന്യാപസതാനൃതേ മത്പരാമനവിദ്യാംഗി മേധസോഗ്നി ശിഖാമിവ. ശ്രീശുക ഉവാച ഉദ്വാഹർഷം ച വിജ്ഞായ രുക്മിണ്യാ മധുസൂദന രഥ സംയുജ്യതാമാശു ദാരുകേത്യാഹ സാരഥിം. ആ ബ്രാഹ്മണന്റെ കൂടി തന്നെ ഭഗവാനും ഭീഷ്മകന്റെ രാജ്യത്തിലേക്ക് പോവുകയാണ്. സശാസി ശൈബ സുഗ്രീവ മേഘപുഷ്പവലാഹകേ യുക്തം രഥമുപാനീയ തത്തോ പ്രാഞ്ജലിരഗ്രത. ആരുഹ്യ സന്ദനം സൗര്യദ്വിജമാരോപ്യ തൂർണകൈ
ആനർത്താദേകരാത്രേണ വിദർഭാനകമധ്യയൈ. ഓം ശ്രീകൃഷ്ണായ നമ. രാജാകുണ്ടിനപതി പുത്രസ്നേഹവശങ്കത ശിശുപാലായ സ്വാം കന്യാം ദാസ്യൻ കർമാണ്യകാരയത്. പുരം സംപൃഷ്ട സംസിക്ത മാർഗരഥ്യാ ചതുഷ്പദം ചിത്രധ്വജ പതാകാഭി സുവർണൈ സമലംകൃതം. മാല്യാഭരണേ വിരജോംബരഭൂഷിതേ ജുഷ്ടം സ്ത്രീപുരുഷേ ശ്രീമദ്ഗീരഗരുദൂഹിതേ. പിതॄൻ ദേവാൻ സമഭ്യർച്ച്യ വിപ്രാംശ്ച വിധിവൻ നൃപ ഭോജയിത്വാ യഥാന്യായം വാജയാമാസ മംഗളം. ഓം ശ്രീകൃഷ്ണായ നമ. ദ്വാരകയെല്ലാം വിദർഭ നഗരം മുഴുവൻ രുക്മിണി ദേവിയുടെ കല്യാണ വിവാഹത്തിനായിട്ട് അലങ്കരിച്ചതൊക്കെയാണ് പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓം തത്സത്. പിതൃൻ സുസ്നാതാം സുതീം കന്യാം കൃതകൗതുകമംഗളാം അഹതാം സുഖം യുഗ്മേന ഭൂഷിതാം ഭൂഷണോത്തമൈ. ചക്രുസാമർഗ്യജുർമന്ത്രൈർവധ്വാരക്ഷാം ദ്വിജോത്തമാ പുരോഹിതോ ധർമ്മവിദ്വൈ ജുഹാവഗ്രഹശാന്തയേ. എല്ലാ വേദങ്ങളും പാരായണം ചെയ്തു അത്രേ. ഹിരണ്യ രൂപവാസാംസി തിലാംശഗുണമിശ്രിതാൻ പ്രാധാദേനുശ്ച വിപ്രേഭ്യോ രാജാവിധി വിദംബര. ഏവം ചേതീപതി രാജാ ദമഘോഷസുതായ വൈ കാരയാമാസ മന്ത്രജ്ഞൈ സർവമഭ്യുദയോചിതം. മദച്യുദ്ഭിർഗജാനീകേ ചന്ദനേർഹേമമാലിഭി പത്യസ്വങ്കുലേ സൈന്യേ പരീതകുണ്ഡിനം യയോ. തം വൈ വിദർഭാധിപതി സമഭ്യത്യാഭിപൂജ്യ നിവേശയാമാസ മുദാ കൽപ്പിതാന്യനിവേശനേ. തത്ര സാല്യോ ജരാസന്ധോ ദന്തവക്ത്രോ വിദൂരത ആജഗ്മുശ്ചൈതപക്ഷീയ പൗണ്ഡ്രകാദ്യ സഹസ്രശ. കൃഷ്ണരാമദിശോ യത്ത കന്യാം ചൈദ്യായ സാധിതും യത്യാഗത്യ ഹരേ കൃഷ്ണോ രാമാദൈർയദുഭിർവൃത. ശ്രീകൃഷ്ണ ഭഗവാനാണ് വൈദർഭിക്ക് യോജിച്ചത്, രുക്മിണി ദേവിക്ക് യോജിച്ചത്. അതുകൊണ്ട് തന്നെ കൃഷ്ണൻ വന്ന് രുക്മിണിയെ ഹരിച്ചു കൊണ്ടുപോകുമോ എന്ന ഭയം കൊണ്ട് എല്ലാവരും സൈന്യ സഹിതം വന്നു എന്ന് പറയുകയാണ് ഈ ശ്ലോകത്തിൽ. യോൽശ്യാമ സംഹദാസ്തേന ഇതി നിശ്ചിതമാനസ ആജഗ്മുർഭുജ സർവേ സമഗ്ര ബലവാഹനാഃ. ഭഗവാൻ രാമോ വിവക്ഷീയ നൃപോദ്യമം കൃഷ്ണം ചൈകം ഗതം ഹർത്തും കന്യാം കലഹസംഗീത. ബലേന മഹദാസാർദ്ധം ഭ്രാതൃസ്നേഹപരിപ്ലുത ത്വരിതകുണ്ഡിനം പ്രാഗാത് ഗജാശ്വരതപത്നി. ഭീഷ്മകന്യാവരാരോഹോ കാംക്ഷന്ത്യാഗമനം ഹരേ പ്രത്യാവദ്യമം പശ്യന്തി ദ്വിജസ്യാചിന്തയത്തദാ. ദ്വിജസ്വാചിന്തയത്തദാ. അഹോത്രിയാമന്ത ആന്തരിക ഉദ്വാഹോ മേൽപരാദക നാഗച്ഛരവിന്ദാക്ഷോ നാഹം വ്യനൃത്യകാരണം സോവിനാവർത്തതേഭ്യാഭി മത്സന്ദേശഹരോദ്വിജ. അഭിമയ്യനവദ്യാത്മാ ദൃഷ്ട്വാ കിഞ്ചിജുഗുപ്സിതം മത്രാണി ഗ്രഹണേ നൂനം നായാദിഹി കൃതോദ്യമാ. ദുർഭഗായാനമേധാത നാനുകൂലോ മഹേശ്വര ദേവീ വാ വിമുഖാ ഗൗരി രുദ്രാണി ഗിരിജാ സതി. ഏവം ചിന്തയതി ബാലാ ഗോവിന്ദഹൃതമാനസാ ന്യമീലയത കാലജ്ഞാനേത്രേ ചാതൃകലാകുലേ. കലാകുലേ അല്ലേ? കലാകുലേ. ഏവം വദ്ധ്വാ പ്രതീക്ഷന്ത്യാ ഗോവിന്ദാഗമനം നൃപാ വാമൂരുർഭുജോ നേത്രം സ്ഫുരൻ പ്രിയഭാഷിന. അത കൃഷ്ണവിനിർദിഷ്ട സ ഏവ ദ്വിജസത്തമ അന്തഃപുരചരീം ദേവീം രാജപുത്രീം ദദർശഃ. ദേവി വിഷമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇടതുഭാഗത്തെ കണ്ണ് ചലിച്ചു. ആ സമയത്ത് തന്നെ ബ്രാഹ്മണനെ കണ്ടു എന്നൊക്കെയാണ് പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. സാധം പ്രകൃഷ്ടവദനം അവ്യഗ്രാത്മഗതിം സതി ആലക്ഷ്യലക്ഷണാഭിജ്ഞ സമപ്രച്ചു സുസ്മിത. തസ്യ ആവേദയത് പ്രാപ്തം ശശംസയതു നന്ദനം ഉക്തം ച സത്യവചനമാത്മോപനയനം പ്രതി. തമാഗതം സമാജ്ഞായ വൈദഗ്ധ്യഹൃഷ്ടമാനസ ന പശ്യന്തി ബ്രാഹ്മണായ പ്രിയവന്യനനാമസ. പ്രാപ്തോ ശ്രുത്വാ സദുഹിതുരുദ്വാഹ പ്രേഷണോത്സുകൗ അഭ്യയാസൂര്യഘോഷേണ രാമകൃഷ്ണൗ സമർഹണൈ. മധുപർക്കണമുപാനീയ വാസാംസി വിരജാംസി സ ഉപായനാന്യം ഇഷ്ടാനി വിധിവത്സമപൂജയത്. തയോർ
ധർമ്മദുപകൽപ്യ മഹാമതി സസൈന്യയോ സാനുഗയോരാദിത്യം വിദദേ യഥാ ഏവം രാജ്ഞാം സമേധാനാം യഥാ വീര്യം യഥാ വയ യഥാ ബലം യഥാ വിത്തം സർവേ കാമി സമർത്ഥയത്. കൃഷ്ണമാഗതമാകർണ്യ വിദർഭപുരവാസിന ആഗത്യ നേത്രാഞ്ജലിഭിർബഹുസ്തന്മുഖം പങ്കജം. ആ ശ്രീകൃഷ്ണ ഭഗവാൻ എത്തിയിട്ടുണ്ട് എന്നറിഞ്ഞിട്ട് വിദർഭയിലെ എല്ലാ ജനങ്ങളും ആ താമരപ്പൂ പോലുള്ള സുന്ദരമായ മുഖം കാണാൻ ഓടി വന്നു എന്നാണ് ശ്ലോകത്തിൽ പറയുന്നത്. അസൈവ ഭാര്യാഭവിതും രുക്മിണ്യർത്ഥദിനാപര അസാവപ്യുനത്പദ്യാത്മാ വൈഷ്ണ്യാ സമുചിതപതി. കിഞ്ചിത് സുചരിതം യന്നസ്തേന ദുഷ്ടസ്ത്രീലോകകൃത് അനുഗൃഹാതു ഗൃഹാതു വൈദർഭ്യാപാണിമച്യുത. ഈ ശ്രീകൃഷ്ണൻ തന്നെയാണ് വൈദർഭിക്ക് യോജിച്ചവൻ എന്ന് എല്ലാവരും കരുതിയത്. ഏവം പ്രേമകലാബദ്ധ വദന്തി സ്മ പുരൗകസ കന്യാചാന്തപുരാത് പ്രാഗാത് പടേർഗുപ്താംബികാലയം. പദ്യാവിനിർയയൗ ദ്രഷ്ടും ഭവാന്യാപാദപല്ലവം സാ ചാനുധ്യായതി സമ്യക് മുകുന്ദചരണാംബുജം. ദേവി കാത്യായനി ദേവിയെ വന്ദിക്കുവാൻ പോകുന്ന ഭാഗമാണ്. യദ്വാങ് മാതൃഭിസ്സാർദ്ധം സഖീഭി പരിവാരിത ഗുപ്താ രാജപടേശൂരി സന്നദ്ധീരുദ്യതായുധൈ മൃദംഗ ശംഖപണവ മൃദംഗ ശംഖപണവ സൂര്യഭേര്യശ്ച ജഗ്നിരേ. നാനോപഹാര പരിഭിർവാരമുഖ്യാ സഹസ്രശ സദ്ഗന്ധവസ്ത്രാഭരണൈർദ്വിജപത്ന്യാ സ്വലംകൃതാ. ഗായന്തശ്ച സുഗന്ധശ്ച ഗായകാ വാദ്യവാദകാഃ പരിവാര്യതു വധും ജഗ്മു സൂതം മാഗതവന്ദിന. ആസാദ്യ ദേവീ സദനം ദൗതപാദകരാംബുജാ ഉപസ്പൃശ്യ ശുചിശാന്താ പ്രവിവേശാംബികാന്തികം. ആ ദേവിയെ അകമഴിഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. താം വൈ പ്രവയ ശോഭാലാം വിധിജ്ഞാ വിപ്രയോഷിത ഭവാനീം വന്ദയാം ചക്രുർ ഭവപത്നീം ഭവാന്വിതം ഭവാനിതാം. നമസ്തേ ത്വാംബികേ ഭീഷ്ണം സ്വസന്ധാനയുധാം ശിവാം ഭൂയാത് പതിർമേ ഭഗവാൻ കൃഷ്ണസ്തദനുമോദിതം മോദതാം. നമസ്തേ ത്വാംബികേ ഭീഷ്ണം സ്വസന്ധാനയുധാം ശിവാം ഭൂയാത് പതിർമേ ഭഗവാൻ കൃഷ്ണസ്തദനുമോദതാം. ഓം തത്സത്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഇപ്രകാരം തന്നെയാണ് ഗോപികമാരും കാർത്തികാവ്രതം അനുഷ്ഠിച്ച് ഭഗവാനോട് കാർത്യായനി ദേവിയോട് ഭഗവാനെ ലഭിക്കാൻ പ്രാർത്ഥിച്ചത്. ഓം തത്സത്. വിപ്രസ്ത്രിയ പതിമതി സദാ ദേശമപൂജയെ ലവണാപൂപദാംബൂല ഖണ്ഡസൂത്രഫലേക്ഷുഭി. തസ്യൈ സ്ത്രിയസ്ഥാ പ്രദദുഃശേഷാം യുയുജുരാശിഷാ താഭ്യോ ദേവേ നമശ്ചക്രേ ശേഷാം ച ജഗൃഹേ വധൂ. മുനിവ്രതമദത്യക്ത്വാ നിശ്ചക്രാമാംബികാഗൃഹാത് പ്രഗൃഹ്യ പാണിനാ ഭൃത്യാം രത്നമുദ്രോപശോഭിനാ. താം ദേവമായാമിവ വീരമോഹിതാം സുമധ്യമാം മോഹിനീന്നല്ല മോഹിതാം മോഹിന്നാണ്ടത്. താം ദേവമായാമിവ വീരമോഹിനി സുമധ്യമാം കുണ്ടലമണ്ഡിതാനനാം ശ്യാമാം നിദംബാർപ്പിത രത്നമേഖലാം വ്യഞ്ജസ്ഥനീം കുണ്ടള സംഗീതേക്ഷണ. ശുചിസ്മിതാം ബിംബഫലാധരദ്യുതി ശോണായമാനദ്വിജകുന്ദകുട്മളാം പദാചലന്തീം കളഹംസഗാമിനീം ചിഞ്ചത്കലാനൂപുരധാമശോഭിനാ വിലോക്യ വീരാമുസമാഗത വിശ്വസിനൃതകൃതഹൃച്ചയാർദിത. ആ ദേവി ശ്രീകൃഷ്ണ ഭഗവാനെ കാണാൻ വേണ്ടി തൻ്റെ മുടി ഒതുക്കുന്നതുമാതിരി ഒന്ന് നോക്കിയത്രേ. അപ്പോൾ ആ മുഖസൗന്ദര്യം കണ്ട് കുതിരപ്പുറത്തും ആനപ്പുറത്തോ ഇരുന്നവരൊക്കെ വീണു. അത്രയ്ക്കും മോഹാത്സ്യപ്പെട്ടു വീണു. അത്രയ്ക്കും മനോഹരമായിരുന്നു ആ മുഖം എന്നാണ് പറയുന്നത്. ഓം ശ്രീകൃഷ്ണായ നമഃ. സൈവം ശനൈശ്ചരയതി ചലപത്മകോശോ പ്രാപ്തിം തഥാ ഭഗവതഃ പ്രസമീക്ഷമാണ ഉത്സാര്യ വാമകരധീരളകാനപാംഗേ പ്രാപ്താൻ ക്രിയേച്ഛതൃപാൻ ദർശേച്യുതം സാ. ഭഗവാൻ ആ കൈ പിടിച്ച് ഗൃഹത്തിൽ കയറ്റി കൊണ്ടുപോകാൻ ശ്രമിക്കുകയാണ്.
താം രാജകന്യാം രഥമാരുരുക്ഷതീം ജഹാര കൃഷ്ണോ ദിശതാം സമീക്ഷതാം രഥം സമാരോപ്യ സുവർണലക്ഷണം രാജന്യചക്രം പരിഭൂയ മാധവ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. തതോ യയോ രാമ പുരോഗമേശനെ ശൃഗാലമദ്യാദിവഭാഗഹൃദരി സമ്മാനിന സ്വാഭിഭവം യശക്ഷയം പരേ ജരാസന്ധവശാനസേഹിനേ അഹോ ദിവസ്മാൻ യശ ആത്മധന്വനാം ഗോപേഹൃതം കേസരിണാമൃഗേരിവ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. പശുവിനെ എപ്രകാരമാണ് ഒരു സിംഹം അപഹരിച്ചു കൊണ്ടുപോവുക, അപ്രകാരം രുക്മിണി ദേവിയെ ഭഗവാൻ ശ്രീകൃഷ്ണൻ അപഹരിച്ചു കൊണ്ടുപോയി. അതുകൊണ്ട് ജരാസന്ധൻ മുതലായവർ പിന്നാലെ ഓടി എന്നാണ് ഈ ശ്ലോകത്തിൽ പരാമർശിച്ചത്. എല്ലാവരുടെയും നന്മയ്ക്കായി പ്രാർത്ഥിച്ചുകൊണ്ട് ഓം തത്സത്. ഈ ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ പാരമംശ സംഹിതായാം ദശമസ്കന്ധേ ഉത്തരാർദ്ധേ രുക്മിണീഹരണം നാമ 53-തമോധ്യായ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമ. ഭാഗവത സ്തോത്രം പാരായണം ചെയ്തുകൊണ്ട് ഇന്നത്തെ ശ്രീമദ് മഹാഭാഗവതം ഭഗവാന്റെ തൃക്കാലത്തിൽ സമർപ്പിക്കുകയാണ്. ജയ ജയ ഭാഗവത ദേവാ, ജയ ജയ ഭാഗവത. ജയ ജയ രാധാ കൃഷ്ണ സ്വരൂപ, ജയ ജയ ഭാഗവത ദേവാ, ജയ ജയ ഭാഗവത. കിങ്കിണി പദകമല കൃഷ്ണ കങ്കണ കരയുകള, കുങ്കുമ പങ്കില വക്ഷസ്ഥലവര കുവലയദള നീല. ദേവാ ജയ ജയ ഭാഗവത. ഗദിനവനീലഹര കൃഷ്ണ കരുണീ ചിത്തഹര, ദയയാ പാലയ ദാമോദര ഹരി തുളസീദാമോദര. ദേവാ ജയ ജയ ഭാഗവത. ഗോവർദ്ധനധരണ കൃഷ്ണ ഗോപീജനരമണ, കോമള പല്ലവ സുന്ദര ചരണ കോകില മധുവദന. ദേവാ ജയ ജയ ഭാഗവത. നന്ദകുമാര ഹരേ കൃഷ്ണ നാരായണ വര ഭട്ടതിരീകൃത സ്തുതിവര ശുഭഫലദ. ദേവാ ജയ ജയ ഭാഗവത. പൂന്താന പ്രിയ ഹേ കൃഷ്ണ വൃന്ദാവന രസിക, പ്രേമിക ഭാവുക മണ്ഡല പൂജിത പാദ സരോജയുഗ. ദേവാ ജയ ജയ ഭാഗവത. ജയ ജഗദീശ ഹരേ കൃഷ്ണ, ജയ ജഗദീശ ഹരേ. ജയ ഗുരുമാരുത മന്ദിരനാഥ, ജയ ജഗദീശ ഹരേ. ദേവാ ജയ ജയ ഭാഗവത. ദേവാ ജയ ജയ ഭാഗവത. ജയ ജയ ഭാഗവത. ദേവാ ജയ ജയ ഭാഗവത. ജയ ജയ രാധാ കൃഷ്ണ സ്വരൂപ, ജയ ജയ ഭാഗവത. ദേവാ ജയ ജയ ഭാഗവത. ദേവാ ജയ ജയ ഭാഗവത. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. വിദംശം വിദം നിർമ്മലം നിർവികൽപം നിരീഹം നിരാകാരമോങ്കാരഗമ്യം ഗുണാതീതമവ്യക്തമേകം തുരീയം പരം ബ്രഹ്മയം വേദ തസ്മൈ നമസ്തേ.